മലയാള സംഗീത ലോകത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേരാണ് കെ.പി. ഉദയഭാനു. ഗൃഹാതുരത്വം നിറഞ്ഞ ഗാനങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അദ്ദേഹം ഒരു ഗായകൻ മാത്രമായിരുന്നില്ല. സംഗീത സംവിധായകൻ, ആകാശവാണി ഉദ്യോഗസ്ഥൻ, സംഗീത അധ്യാപകൻ, ജനകീയ സംഗീത പ്രസ്ഥാനത്തിന്റെ ശില്പി എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയായിരുന്നു. 1936 ജൂൺ 6 ജനിച്ച മഹാപ്രതിഭയുടെ ജന്മദിനമാണ് ഇന്ന്. പത്മശ്രീ പുരസ്കാര ജേതാവായ അദ്ദേഹം രൂപം നൽകിയ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന സംഗീത പ്രസ്ഥാനം ഇന്നും പഴയകാല ഗാനങ്ങളുടെ മാധുര്യം പുതുതലമുറയിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മഹാനായ കലാകാരനെ അനുസ്മരിക്കാൻ അദ്ദേഹവുമായി ഹൃദയബന്ധമുള്ള ഒരു ഗായകൻ നമ്മോടൊപ്പമുണ്ട്. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും സംഗീതാസ്വാദകർക്ക് സുപരിചിതനായ, നിരവധി ചലച്ചിത്ര സംഗീത വേദികളിൽ തന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായ ഗായകൻ എം രാധാകൃഷ്ണനാണ്. കെ.പി. ഉദയഭാനുവിന്റെ സംഗീത പാരമ്പര്യവുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തിയ അദ്ദേഹം ഓൾഡ് ഈസ് ഗോൾഡ് വേദികളിൽ ഗുരുവിന്റെ ഗാനങ്ങൾ അനേകം തവണ ആലപിക്കുകയും ആ ഗാനങ്ങളുടെ ഭാവവും സൗന്ദര്യവും പുതിയ തലമുറയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുവിനോടുള്ള ആദരവും സംഗീതത്തോടുള്ള ആത്മസമർപ്പണവും തന്റെ ആലാപനത്തിലൂടെ പ്രകടമാക്കിയ ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. കെ.പി. ഉദയഭാനുവിന്റെ ജന്മദിനത്തിന്റെ ഈ വേളയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളും ഗാനങ്ങളും അനുഭവങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്ന പ്രിയ ഗായകൻ ശ്രീ എം രാധാകൃഷ്ണന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗുഡ് മോർണിംഗ്, ന്യൂസ് മോർണിംഗിലേക്ക് സ്വാഗതം. ഈ പറഞ്ഞതുപോലെ ഗുരുവിനോടുള്ള ഒരു ആദരസൂചകമായി ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ആ ഒരു പ്രസ്ഥാനം അത് വളരെ നല്ല രീതിയിൽ വിജയകരമായി അത് മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ, ഈ ദിവസം അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ? ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ട ഉദയഭാനു ചേട്ടന് പ്രണാമം. ഞാൻ ഉദയഭാനു ചേട്ടനുമായിട്ട് പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജ് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ മേടിച്ച് സ്കൂളിൽ, കോളേജ് തലങ്ങളിലൊക്കെ ഒന്നാം സമ്മാനം മേടിച്ചു വരുന്നു. അപ്പം എന്നെ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജഡ്ജായിട്ട് വരുന്ന തന്നെ ARലെ ഉദയഭാനു ചേട്ടൻ, MG രാജ് ചേട്ടൻ എന്നിവരാണ്. അപ്പോൾ അവർ എന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഉദയഭാനു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഉദയഭാനു ചേട്ടൻ MG രാജ് ചേട്ടൻ പറഞ്ഞു, നീ ARൽ ഓഡിഷൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് AR എന്നാണ് ഓഡിഷൻ പാസ്സാവുന്നത്, ARൻ്റെ. എന്നിട്ട് ആ കാർഡ് അന്ന് കോന്നൂർ നരേന്ദ്ര സാറായിരുന്നു അതിൻ്റെ സ്റ്റേഷൻ ഡയറക്ടർ. ആ പാസ്സായപ്പോൾ ആ കാർഡ് ട്രിവാൻഡ്രത്തെ ARലോട്ട് കാർഡ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ ARൽ ആദ്യമായിട്ട് പാടാൻ വരുന്നത്. ആദ്യത്തെ പാട്ട് ഉദയഭാനു ചേട്ടൻ്റെ പാട്ടായിരുന്നു, ലളിതഗാനം. അതായത് ARലോട്ട് ട്രിവാൻഡ്രം ARൽ കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയേണ്ട ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. എല്ലാ പ്രഗത്ഭരും അവിടെ ഉള്ളതല്ലേ. അങ്ങനെ ഞാൻ കയറി ചെല്ലുമ്പോൾ കെ.പി. ഉദയഭാനു ചേട്ടൻ ഒരു ബ്ലാക്ക് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്, സ്പെക്സ്, ഒരു റെഡ് ഷർട്ടും ഒരു ഗ്രീൻ പാൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അത് കാണുമ്പോൾ തന്നെ പേടിയാവും. പക്ഷേ ഞാൻ നടന്ന് സ്റ്റേഷനിലോട്ട് അങ്ങനെ കയറുമ്പോൾ ഉദയഭാനു ചേട്ടൻ ഇറങ്ങി വന്ന് പാവം എന്നെ തോളിൽ കയറ്റി, ബാലകൃഷ്ണൻ നമുക്ക് പോയി ലളിതഗാനം അത് പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അത്ര ഒരു വലിയ മനസ്സുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു ഉദയഭാനു ചേട്ടൻ. അതായിരുന്നു ആദ്യ കൂടിക്കാഴ്ച അല്ലേ? ആ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഒരു ഭയം. പക്ഷേ അദ്ദേഹത്തിലേക്ക് ഇത്രയും ഗാഢമായ ഒരു ബന്ധം, ആത്മബന്ധം, സൗഹൃദമൊക്കെ സ്ഥാപിച്ചെടുത്തത് എങ്ങനെയായിരുന്നു? അപ്പോൾ ഞങ്ങളിങ്ങനെ ഉദയഭാനു ചേട്ടനുമായിട്ട് അപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ ഇങ്ങനെ നിരന്തരം കാണും. അതിനിടയ്ക്ക് ഡൽഹിയിൽ ആൾ ഇന്ത്യ റേഡിയോയുടെ ഒരു പ്രോഗ്രാം. അപ്പം ട്രിവാൻഡ്രത്തെ ഒരു 10 മെയിൽ സിംഗേഴ്സ്, 10 മെയിൽ ആൻഡ് 10 ഫീമെയിൽ സിംഗേഴ്സ് ഞങ്ങൾ ഡൽഹിയിൽ പോവാണ്. കേരള എക്സ്പ്രസ് ഉള്ള സമയം ഡൽഹിയിൽ ഇങ്ങനെ കേരള ഹൗസിൽ വിത്ത് ഓർക്കസ്ട്രയാണ് നമ്മൾ ട്രെയിനിൽ കൊണ്ടുപോകുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഇൻക്ലൂഡിങ് ചിത്രവരയുണ്ട്, നമ്മുടെ ഇവിടെ പ്രിയപ്പെട്ട ചിത്രവരയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ പാട്ടുകാരാണ്, ഞങ്ങളെങ്ങനെ പാടുകയാണ്. അങ്ങനെ പാട്ടൊക്കെ പാടിയ ഓർക്കസ്ട്ര ആൾക്കാരില്ല, അവിടുത്തെ പാസഞ്ചേഴ്സ് എല്ലാം ഇങ്ങനെ കൂടുകയാണ്. അപ്പോഴാണ് ഉദയഭാനു ചേട്ടനോട് എൻ്റെ അനൗൺസ് ചെയ്യുന്ന സുരേഷ് എന്ന് പറഞ്ഞിട്ട്, സുരേഷ് ഉദയഭാനു ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഓൾഡ് ഈസ് ഗോൾഡ് നമ്മൾ തുടങ്ങിയല്ലോ, അതിൽ രാധാകൃഷ്ണ കൂടെ നമുക്കൊന്ന് എടുക്കാമല്ലോ. ഉദയഭാനു ചേട്ടൻ ശരിയാണ്, ഞാനത് ആലോചിക്കാണ്ടിരുന്നിട്ടില്ല. അതായത് ദാസേട്ടൻ്റെ പാട്ട് പാടാനായിട്ടും വേറെ ആളുണ്ട്, ജയൻ ചേട്ടൻ്റെ പാട്ട് പാടാൻ പ്രത്യേകിച്ച് ആരുമില്ല, ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ട്.
അങ്ങനെ ഞാൻ ഓൾഡ് ഈസ് ഗോൾഡ് വരുന്നതും ജയൻ പാട്ട് പാടിക്കൊണ്ടാണ് ഓൾഡ് ഈസ് ഗോൾഡ് വരുന്നതും എല്ലാം. അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. അതെ, തീർച്ചയായും. ഇപ്പോൾ ഈ നിമിഷം അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമാണ്. അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഒട്ടേറെ അനശ്വര ഗാനങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. മലയാളികൾക്ക് ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന, ഇപ്പോഴും നാവിൻ തുമ്പത്ത് വരുന്ന ഒട്ടേറെ ഗാനങ്ങൾ, വെള്ളി നക്ഷത്രമേ പോലെയുള്ള, അനുരാഗ നാടകത്തിൻ പോലെയുള്ള ഒട്ടേറെ ഗാനങ്ങൾ. അതിലിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായി പാടാൻ ആഗ്രഹമുള്ളൊരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി ആലപിക്കാമോ? മനുഷ്യൻ്റെ എല്ലാ പാട്ടും വളരെ ഹൃദ്യസ്ഥമാണ്. അത്രയ്ക്ക് അതിമനോഹരമായിട്ടാണ് അന്നത്തെ കാലത്ത് ബാലചന്ദ്രനൊക്കെ പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ. എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഒരുപാടുണ്ട്, എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ടുമുണ്ട്. അതിലൊരു പാട്ട് ഞാൻ എവിടെ നിന്നോ വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനമ്പാടികൾ നമ്മൾ എവിടെ നിന്നോ വഴിയമ്പലത്തിൽ വന്നു കയറിയ വാനമ്പാടികൾ നമ്മൾ അതൊരു മുഴുവൻ പാടണമെന്നുള്ളൂ, പക്ഷേ 3-4 പാട്ടുകൾ പാടാം. അതുകൊണ്ട് അതെ, തീർച്ചയായും നമുക്ക് ഇനിയും ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഒട്ടേറെ ഗാനങ്ങൾ അങ്ങയിലൂടെ നമുക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾക്കൊക്കെ അറിയാവുന്ന അദ്ദേഹം മികച്ച ഒരു ഗായകനായിരുന്നു, നല്ലൊരു സംഗീത സംവിധായകനായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങയുമായിട്ടുള്ള ഒരുപാട് അടുപ്പം സൂക്ഷിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ സമയത്ത് ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂടുതൽ അടുപ്പമുള്ള ആൾക്കാർക്കേ അറിയുണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ചില പ്രത്യേകതകൾ ഈ സമയത്ത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഉദയഭാനു ചേട്ടൻ, പിന്നെ ഞാൻ ഉദയഭാനു ചേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു എല്ലാ പ്രോഗ്രാമിനും ഞാൻ പാടുന്നു. ഉദയഭാനു ചേട്ടൻ്റെ കൂടെ പ്രോഗ്രാമിന് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ AK ആൻ്റണി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കാർഗിൽ യുദ്ധം നടന്നത്. കാർഗിൽ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, അതായത് കാർഗിൽ യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് നമ്മുടെ AK ആൻ്റണി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഉദയഭാനു ചേട്ടനെ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാനും അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ചെയ്യണ്ടേ. അപ്പം ഭാനു സാറ് അന്ന് ഭാനു ചേട്ടൻ PRO ആണ്, പിന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പം മെയിൻ സിംഗേഴ്സ്, അതായത് പിന്നെ പ്രൊഫഷണൽ പ്ലേബാക്ക് സിംഗേഴ്സിനെ കൊണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും പാട്ടുകൾ നമുക്ക് അവതരിപ്പിക്കണം. അങ്ങനെ ദാസേട്ടൻ പാലക്കാട്, ജയേന്ദ്രൻ ചേട്ടൻ കോഴിക്കോട്, SP ബാലസുബ്രഹ്മണ്യൻ ട്രിവാൻഡ്രം, ചിത്ര കൊല്ലം, അങ്ങനെയൊക്കെ പ്രോഗ്രാം ഇങ്ങനെ ചാർട്ട് ചെയ്ത് ഞാനും ഭാനു സാറും കൂടെ നേരെ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ പ്രൊസീഡ് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് നല്ല ലക്ഷറി കോച്ച് ബസ് ഓർക്കസ്ട്രയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പാടുന്നത് ദാസേട്ടൻ, ജയൻ ചേട്ടൻ എന്നുള്ളവരാണ്. അപ്പം നമുക്കൊന്നും അതിന് ചാൻസ് ഇല്ല. അപ്പോൾ ഉദയഭാനു ചേട്ടൻ പറഞ്ഞു, അതാ എന്തായിരുന്നാലും നമ്മൾ പോകില്ലേ, നീയും കൂടെ അതിൻ്റെ അകത്ത് പോകാം, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കയറി നമുക്ക് ഇടയ്ക്ക് പാട്ട് ചോദിക്കാം. അങ്ങനെ ഫസ്റ്റ് പ്രോഗ്രാം പാലക്കാട് ചെന്നപ്പോൾ ദാസേട്ടൻ വന്നു. അപ്പോൾ ദാസേട്ടൻ ഇവിടെ എയറിൽ വന്ന് ഘനശ്യാമ റെക്കോർഡിങ്ങിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു ചാനലിൻ്റെ ഫൈനലിസ്റ്റായിട്ട് വന്നു. അതൊക്കെ ദാസേട്ടനെ കണ്ടു കാണണം, അതുകൊണ്ടായിരിക്കണമല്ലോ. വന്നപ്പോൾ ഭാനുചേട്ടൻ പറഞ്ഞു, ദാസാണ് മെയിൻ പാട്ടുകാരൻ, പക്ഷേ ഒരു ടൈമിങ് ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പാടുന്നവരാ. ആരാണ് ഭാനു സാറേ? അതാ രാധാകൃഷ്ണൻ. അപ്പം ദാസേട്ടൻ പൗർണമിച്ചന്ദ്രി ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ പൗർണമിച്ചന്ദ്രി എന്നുള്ള പാട്ട് ഒരു ചാനലിൽ പാടി നല്ല ഹിറ്റായി അത്. അപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ച് വളരെ എന്താ പറയുക, ഒരു ബ്രദറിനെ പോലെ തൊട്ടടുത്ത് പിടിച്ചിരുത്തി. ഭാനുചേട്ടനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ദാസേൻ്റെ അനുഭവം ഉദയഭാനു ചേട്ടൻ ഇങ്ങനെ എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ ഞാനും പാടി. അതൊക്കെ ഒരു വലിയ അനുഭവം. ഭാനു ചേട്ടൻ എന്നെ തന്നെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് വളരെ എന്താ പറയേണ്ടത്, ഇപ്പോഴും ഞാനത് സ്മരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ സംഗീതയാത്ര അത് അങ്ങയിലെ ഗായകനെ പരുവപ്പെടുത്തിയെടുക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ കുറേ നല്ല കാര്യങ്ങളുണ്ടാകും. അതൊക്കെ എങ്ങനെയാണ് ഈ സമയത്ത് ഓർക്കുമ്പോൾ? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എന്ന് വെച്ചാൽ സംഗീതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രൊഫഷനും. എല്ലാ സംഗീതത്തിലൂടെ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാനുചേട്ടൻ്റെ കൂടെ അന്ന് പാടിക്കൊണ്ടിരുന്ന
പീലിയിലെ ചേച്ചി, ശാന്ത പി നായർ ചേച്ചി, എനിക്ക് CEO ആൻഡോ, അവരുടെ കൂടെ പാടാൻ കഴിഞ്ഞ് തന്നെ ബാലുച്ചേട്ടൻ എന്നെ എപ്പോഴും അവരുടെ കൂടെ പാടാനായിട്ട് ഞാനും കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ബാലുച്ചേട്ടൻ എനിക്ക് എന്താ പറയേണ്ടത്, എന്നോട് സ്നേഹം കൂടുതലുകൊണ്ടാണ് ഞാനിപ്പോഴും അത് സ്മരിക്കുന്നു. പിന്നെ ചേട്ടൻ ബാലുച്ചേട്ടൻ്റെ ഭാര്യ വിജയലക്ഷ്മി ചേച്ചി നല്ലൊരു പാട്ടുകാരിയായിരുന്നു. നല്ലതായിട്ട് എയറിൽ ഓഡീഷനിലാണ് എയറിൽ പാടുന്ന. അപ്പം ആ ഒരു ഫാമിലിയായിട്ട് നല്ല അടുപ്പം എനിക്കുണ്ടായി. അതൊരു വലിയ ഭാഗ്യം തന്നെയാണത് വാസ്തവത്തിൽ. തീർച്ചയായും ഈ KP ഉദയഭാനു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്നൊരു പാട്ട്, എന്തായാലും ഉറപ്പായിട്ട് ഓടി വരുന്നൊരു പാട്ട് വെള്ളി നക്ഷത്രമേ തന്നെയായിരിക്കും. അതൊന്ന് പാടിത്തരാമോ നിങ്ങൾക്ക്? അനുരാഗ നാടകമാണ് വെള്ളി നക്ഷത്രമേ. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയെന്നേ മാമക ചിത്തത്തിലെന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയെന്നേ മാമക ചിത്തത്തിലെന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും. കണ്ണീർ കണികകൾ മാത്രം തിങ്ങും ഇന്നെൻ്റെ യാചനപാത്രം. കണ്ണീർ കണികകൾ മാത്രം തിങ്ങും ഇന്നെൻ്റെ യാചനപാത്രം. ഈ തുച്ഛ ജീവിത സ്മേരം മായാനത്രമേലില്ലീനി നേരം. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുകയെന്നേ മാമക ചിത്തത്തിലെന്നും ഇല്ല മാദക വ്യാമോഹമൊന്നും. ഏതായാലും ഈ ഗാനമാണെങ്കിലും താമരത്തുമ്പി വാവ, അനുരാഗ നാടകത്തിൽ ഈ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യമുണ്ട്. അത് നമ്മൾ വേദികളിലൊക്കെ ധാരാളമായി കണ്ടിട്ടുള്ളതാണ്. ഈ സൗണ്ട് റെക്കോർഡിങ്ങിനപ്പുറത്തേക്ക് വേദികളിൽ ഡയറക്റ്റായി കേൾക്കുന്ന ആ ഒരു സുഖം, അതൊക്കെ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ പാടുമ്പോൾ? എങ്ങനെയായിരുന്നു അങ്ങ് അത് എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടത്? അത് ബാലുച്ചേട്ടൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അന്നത്തെ കാലത്ത് ബാലുച്ചേട്ടൻ്റെ വോയിസ് നമ്മളെ എന്താ അന്ന് TV മീഡിയ ഒന്നുമില്ല. അന്ന് റേഡിയോ കൂടെ കേൾക്കുമ്പോഴേ എന്ത് മനോഹരമായിട്ട് ബാലുച്ചേട്ടൻ പാടുന്നത്. പക്ഷേ ബാലുച്ചേട്ടൻ്റെ പാട്ട്, അതായത് അന്നത്തെ മ്യൂസിക് ഡയറക്ടർ ബാബുക്ക, അങ്ങനെ ഒരുപാട് പേര് ബാലുച്ചേട്ടൻ്റെ പാട്ട് തന്നെയാണ് ബാലുച്ചേട്ടനെ സെലക്ട് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അന്ന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ബാലുച്ചേട്ടനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇതിനിടയ്ക്ക് അത് ദാസേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം. ഈ പാട്ട് ബാലുച്ചേട്ടനാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു, ബാലുച്ചേട്ടനിടയ്ക്ക് വീസിങ് ഉണ്ട്, അപ്പം പറഞ്ഞ് സുഖമില്ല, കുറച്ച് അത് പറ്റില്ല, ബാലു സാറ് തന്നെ പാടണമെന്ന് പറയുമ്പം അന്ന് ദാസേട്ടൻ പാടി വരുന്ന ഒരു സമയം ദാസേട്ടൻ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വേദിയിലും പറഞ്ഞിട്ടുണ്ട്. അത് അപ്പം പറഞ്ഞു, എനിക്ക് സുഖമില്ല, എന്താണ് ഒരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട്, യേശുദാസ് നന്നായിട്ട് പാടുന്നതല്ലേ അദ്ദേഹത്തെ കൊണ്ട്. അപ്പം പ്രൊഡ്യൂസർ പറഞ്ഞു പറ്റില്ല, ബാലു സാറിൻ്റെ ഇത് ശബ്ദമൊക്കെ ശരിയാക്കിയിട്ട് പാടിയാൽ മതി. അല്ല, നന്നായിട്ട് പാടും. അങ്ങനെ ദാസേട്ടനെ കൊണ്ടാണ് അല്ലിയാമ്പൽ കടവിൽ നരയ്ക്കുള്ളൂ എന്നുള്ള പാടി. അത് ഭയങ്കര ഹിറ്റായി. എപ്പോഴും ദാസേട്ടനെ ബാലുച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ബാലുച്ചേട്ടൻ്റെ ഫൗണ്ടേഷൻ ഞങ്ങളുണ്ടാക്കി. ആ ഫൗണ്ടേഷനിൽ ദാസേട്ടൻ വന്നിരുന്നു, പാടി. അപ്പോൾ ഈ കഥകൾ അപ്പോഴും പറഞ്ഞു. അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയാണ്. ബാലുച്ചേട്ടൻ്റെ ഇപ്പോഴും ആ ഫൗണ്ടേഷനൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ പോകുന്നുണ്ട്. സ്കൂള്, മ്യൂസിക് സ്കൂള് ഒക്കെ ഉണ്ട് ഇപ്പോഴും നിലവിൽ. അതുപോലെ ഗാന്ധി ഭവനിൽ ഇപ്പോഴും ബാലുച്ചേട്ടൻ എല്ലാ മാസവും ബാലുച്ചേട്ടൻ്റെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അത് മറക്കാൻ പറ്റാത്തതാണ്. ബാലുച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നാഷണൽ തന്നെ പത്മശ്രീ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ അനുഭവം തന്നെയാണ്. നല്ല ക്യാരക്ടർ, ഇത്രയും ആരെന്തു പറഞ്ഞാലും
എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ നേരെ സ്റ്റാച്യൂവിൽ ഭക്ഷണം കഴിച്ച് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, രാഷ്ട്രം നമുക്ക് സ്റ്റാച്യു അരുൾ ജ്യോതിയിൽ നമുക്കിത് ഫുഡ് കഴിക്കാം. ഞാൻ ബാലുചേട്ടനോട് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ബാലുചേട്ടൻ നമുക്ക് ആട്ടോയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ബാനുസാറല്ലേ? അതെ. അപ്പോൾ ഓട്ടോറിക്ഷ പുള്ളി ഓടിക്കുന്നുണ്ട്. ബാലുസാറെ ആ അനുരാഗ നാടകത്തിൽ ഒന്ന് പാടാമോ? ബാലുസാർ ഇരിപ്പുണ്ട്, ഞാൻ ഇരിപ്പുണ്ട്. ബാലുസാർ പ്ലേബാക്ക് സിംഗറാണ്. പുള്ളി ആ പയ്യന് വേണ്ടി പാടി. എന്നിട്ട് പറഞ്ഞു അതൊരു സന്തോഷമില്ലേ നമുക്കെന്ന്. എനിക്കത് കണ്ണ് നിറയുന്നു. അങ്ങനെ സാധാരണ ഇത്രയായിരുന്നാലും അത് ഇപ്പോഴും വേണ്ട, അത് നമുക്ക് പിന്നെ പാടാമെന്ന് പറയും. പക്ഷേ ബാനുചേട്ടൻ അവന് വേണ്ടി പാടി. അത്ര ഒരു മഹാമനസ്കനായിരുന്നു ബാനുചേട്ടൻ. എത്ര പേരാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നത്. അത് മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. മറക്കാൻ പറ്റില്ല. ജീവിത അവസാനം എനിക്ക് മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ? അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? അങ്ങയുടെ വൈകാരികമായുള്ള ആ ഒരു അടുപ്പം ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഏതായാലും അദ്ദേഹത്തെ ഒപ്പം ചിലവഴിച്ച ഒട്ടേറെ നിമിഷങ്ങളുണ്ടാവും ഇതുപോലെയൊക്കെ. അദ്ദേഹത്തിൻ്റെ തമാശകൾ പോലെ തന്നെ പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോപം എന്നുള്ളത്. ആ സമയത്ത് ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവും, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും രസകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഈ സമയത്ത് ഓർത്തെടുക്കാനുണ്ടോ? രസകരമായ കാര്യം ഞാൻ ഒരെണ്ണം പറയാം. അത് വാസ്തവത്തിലത് ഒരു എന്താ പറയേണ്ടത്, ഒരു മനുഷ്യരെയും ബാനുചേട്ടൻ എന്തോ ഒരു ഉപദ്രവിക്കുക എന്നല്ല, ഒരു വേർഡ് അനാവശ്യമായി സംസാരിക്കുക. അപ്പം കുറച്ച് യങ്സ്റ്റേഴ്സ് പിള്ളേരുടെ ഒരു കോമ്പറ്റീഷൻ. അപ്പം ഈ കുട്ടികളുടെ കൂടെ അവരുടെ പേരൻസൊക്കെ ഉണ്ട്. ഓരോരുത്തർ പാട്ട് പാടി. ബാനുചേട്ടൻ മെയിൻ ജഡ്ജ്, ഞങ്ങളൊക്കെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയുടെ അമ്മയും അച്ഛനൊക്കെ വന്ന്, ബാനുസാറെ എൻ്റെ മോളെ എങ്ങനെ പാടി? നന്നായിട്ട് പാടി. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് പാടിയില്ല. പക്ഷേ അതൊക്കെ പ്രത്യക്ഷത്തിൽ നേരിട്ട് പറയാനുള്ള ഒരു പ്രയാസമുണ്ട് ബാനുചേട്ടൻ. അത് ആരെയും അങ്ങനെ വിഷമിപ്പിക്കില്ല. അവർ വളരെ പ്രതീക്ഷയോടെ വന്നതല്ലേ. അപ്പോൾ അവർക്ക് ഞങ്ങൾ കേട്ട് ഞാൻ പറഞ്ഞു, ബാനുചേട്ടൻ ആ കുട്ടി അത്ര ഇതായിട്ട് നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അങ്ങോട്ടൊന്ന് ചോദിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവം. ആരെയും വേദനിപ്പിക്കില്ല, ഒരു മനുഷ്യനെ വേദനിപ്പിക്കില്ല. അത്രയ്ക്ക് വളരെ ഒരു മഹാമനസ്കൻ തന്നെയായിരുന്നു ബാനുചേട്ടൻ. കഠിനമായ ജീവിത പ്രതിസന്ധികളിലൂടെയൊക്കെ അദ്ദേഹം പോയ സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം ഈ സംഗീതത്തെ മുറുകെ പിടിച്ചിരുന്നു എന്നുള്ളതാണ്. സംഗീതം അദ്ദേഹത്തിൻ്റെ ഒരു മനോബലം രൂപപ്പെടുത്തുന്നതിൽ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്? സംഗീതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ. സംഗീതം തന്നെയാണ്. പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോൾ വിത്തൗട്ട് റിഹേഴ്സൽ അതേ പിച്ചിലാണ് പാടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ലിസ്റ്റ് ഇടുമ്പോഴിങ്ങനെ വന്നിട്ട് അനുരാഗ നാടകത്തിൻ ആ പാട്ടൊക്കെ ലിസ്റ്റിലുണ്ടെങ്കിൽ വിത്തൗട്ട് റിഹേഴ്സൽ ഒറ്റ അങ്ങ് സ്റ്റേജിലങ്ങ് പാടുകയാണ്. സാധാരണ എത്ര വലിയ ആർട്ടിസ്റ്റ് ആയിരുന്നാലും ഒരു റിഹേഴ്സലിനെങ്കിലും പോകും, അതും അല്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ. അനുരാഗ നാടകം എന്നുള്ള പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു അനുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു, അരങ്ങിതിലാളൊഴിഞ്ഞു, കാണികൾ വേർപിരിഞ്ഞു. അനുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു, അരങ്ങിതിലാളൊഴിഞ്ഞു, കാണികൾ വേർപിരിഞ്ഞു. പാടാൻ മറന്നു പോയ മൂഢനാവേഷക്കാരാ, പാടാൻ മറന്നു പോയ മൂഢനാവേഷക്കാരാ, തേടുന്നതെന്തിനോ നിൻ ഓടക്കുഴൽ മണ്ണടിഞ്ഞു. അനുരാഗ നാടകത്തിൻ ഇതൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോഴും
നമുക്ക് എന്താ പറയണ്ട ഒരു അറിയാതെ കണ്ണ് നിറയുന്നു ബാലചേട്ടൻ പാടി വെച്ചിരുന്ന പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു അനുഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പിന്നെ ഒരു സഹവാസം എല്ലാം നല്ലതേ ചെയ്തിട്ടുള്ളൂ ബാലചേട്ടൻ എല്ലാവർക്കും. അതുപോലെ തന്നെ ഈ പാടുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നായിരിക്കും താമരത്തുമ്പി വാ, അതോടൊപ്പം തന്നെ ഈ പൊൻവിളയില്ലെങ്കിലും ഒക്കെ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മുഖം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ടുകളാണ് ഈ പറഞ്ഞ പാട്ടുകളൊക്കെ തന്നെ. കുറേ അധികം പാട്ടുകൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു താമരത്തുമ്പി വാ ഒന്ന് താമരത്തുമ്പി വാ ലീല ചേച്ചിയും ബാലചേട്ടനുമാണ് പാടിയിട്ടുള്ളത്. പിന്നെ ദാസേട്ടൻ സംഗീതം ചെയ്ത സമസ്യ എന്നൊരു ചിത്രത്തിന് വേണ്ടി ഒരു സെക്കൻഡ് ബാലചേട്ടൻ സംഗീതം ചെയ്ത ദാസേട്ടനെ കൊണ്ട് പാടിപ്പിച്ചൊരു പാട്ടുണ്ട്. അത് വളരെ ഹിറ്റായ വളരെ പോപ്പുലറായ ഒരു പാട്ടാണ്. കിളി ചിലച്ചു കിലുക്കിലി കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വെച്ചു കിളി ചിലച്ചു കിലുകിലി കൈവള ചിരിച്ചു കളമൊഴി നിൻ കയ്യിലൊരു കുളിരും വെച്ചു. അതൊരു ഭയങ്കര ഹിറ്റായി. അതുപോലെ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പാട്ടുകൾ വെള്ളി നക്ഷത്രമല്ല അല്ലാതെ ഒരെണ്ണം ഉണ്ടല്ലോ അനുരാഗ നാടകത്തിൽ നമ്മൾ പാടി. മറ്റൊരെണ്ണം പൊൻവിള ഇല്ലെങ്കിലും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ ഈ മെലോഡിയസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഫാസ്റ്റ് ജോണറിൽ പെടുന്ന പാട്ടുകളാണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. പൊൻവിള ഇല്ലെങ്കിലും ഈ പറഞ്ഞ കൂട്ടത്തിലൊരു സോങ്ങാണ് ഇത്. ഈ ഒരു ജോണറിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സോങ്ങാണ്. അതുകൂടെ ഒന്ന് നോക്കായിരുന്നു. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമിന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമിന്നും പൊന്നിൻ കുടം പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമിന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമിന്നും പൊന്നിൻ കുടം. പെണ്ണാളെ പെണ്ണാളെ അദ്ദേഹം പാടിയിട്ടുണ്ട്. പെണ്ണാളല്ല അതിനകത്ത് പിന്നെ 7 രാത്രികൾ എന്നുള്ള ഒരു ചിത്രത്തിൽ കാക്കക്കറുമ്പികളെ അതിൽ ബാലചേട്ടൻ്റെ ഒരു പോർഷനുണ്ട്. അതിന് കിഴക്കൊരു പള്ളിക്കകത്ത് അല്ല അത് ആൻഡ്രോ ചേട്ടനാണെന്ന് തോന്നുന്നു. ബാലചേട്ടൻ്റെ അതിൽ ബാലചേട്ടൻ തെക്കുന്നു വരുന്നൊരു അങ്ങനൊരു അങ്ങനൊരു വേർഷനുണ്ട്. അത് 5 സിംഗേഴ്സ് ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ് അത്. പിന്നെ വളരെ ഇപ്പം വേറൊരു പാട്ട് സിനിമയ്ക്ക് വേണ്ടി അടുത്ത കാലത്ത് പാടിയിരുന്നു മരിക്കുന്നതിന് മുമ്പ്. ഇത് സമസ്യയല്ല അത് കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ കാലം പറഞ്ഞതും പൊള്ളാണേ. ആ ഒരു പാട്ട് വളരെ മരിക്കുന്നതിന് ഒരു 2 വർഷം മുമ്പ് റിലീസ് ചെയ്തൊരു ഫിലിമാണത്. അത് പൃഥ്വിരാജാണ് നായകൻ. ഈ നോവിൻ്റെ ഗാനങ്ങൾ, അതായത് മനസ്സിലൊരു നോവ് പടർത്തുന്ന ഒരു ഗാനങ്ങൾ, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള പാട്ടുകളിൽ കൂടിയാണ് അദ്ദേഹത്തിന് കൂടുതൽ ഒരു ജനശ്രദ്ധ കിട്ടിയത് എന്ന് തോന്നുന്നു. അതിനനുസരിച്ചുള്ളൊരു ശബ്ദവും അതിനനുസരിച്ചുള്ള ശൈലിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഏത് പാട്ട് കൊടുത്താലും അദ്ദേഹം ഗംഭീരമായിട്ട്, കാരണം പഴയ പാട്ടുകൾ ഞങ്ങളൊക്കെ എന്താ പറയണ്ടേ സ്കൂളിൽ പഠിക്കുന്ന നിക്കർ പ്രായത്തിൽ ഇതിൽ കൂടെ കേൾക്കുന്ന ബാലചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുന്നത് അപ്പോഴേ തന്നെ ഞങ്ങൾ ഹൃദയസ്ഥമാക്കും. പാട്ടിൻ്റെ ഒരു സെൻസ് ഉള്ളതുകൊണ്ട് എന്ത് മനോഹരമായിട്ട് ബാലചേട്ടൻ പാടി വെച്ചിരിക്കുന്നത്.
അന്നത്തെ മ്യൂസിക് ഡയറക്ടർ ബാബുക്കയാണ് ഏറ്റവും കൂടുതൽ ഭാനു സാറിന് പിന്നെ പാട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൊടുത്തിട്ടുണ്ട്, പാട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതേപോലെ അദ്ദേഹം ദേശഭക്തി ഗാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിരന്തരം എല്ലാ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഡൽഹിയിൽ പോയി ദേശഭക്തി ഗാനങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 300 പാട്ടുകളും ദേശഭക്തി ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രഗത്ഭരായവരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ദേശഭക്തി ഗാനം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ അതേപോലെ ഗാന്ധിജിയെ പറ്റി അദ്ദേഹം പാട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഗാന്ധിയുടെ ഞങ്ങളൊരു കാസറ്റുണ്ട്, ഗാന്ധിയുടെ കാസറ്റ്, അതിലൊരു പാട്ടുണ്ട്. ഹേ റാം ഹേ റാം ഹേ റാം ഹേ റാം. പൊന്നഴിക്കൂട്ടിലെ ത്യാഗമാം രാപ്പക്ഷി പിന്നെയും പാടുന്നു ഹേ റാം. എൻ ഗുരുവിൻ നിഴൽ വീണ പുൽത്തുമ്പത്ത് വന്നു ചുംബിക്കുന്നു വിശ്വസത്യം. പൊന്നഴിക്കൂട്ടിലെ ത്യാഗമാം രാപ്പക്ഷി പിന്നെയും പാടുന്നു ഹേ റാം. എൻ ഗുരുവിൻ നിഴൽ വീണ പുൽത്തുമ്പത്ത് വന്നു ചുംബിക്കുന്നു വിശ്വസത്യം. ഇത് ദാസനെ കൊണ്ടാണ് ബാനുചേട്ടൻ ആ പാട്ട് ബാനുചേട്ടൻ ട്യൂൺ ചെയ്തിട്ട് ദാസനെ കൊണ്ടാണ് പാടിപ്പിച്ചത്. ഭയങ്കര ഹിറ്റായ പാട്ടുകളാണ് ഇതൊക്കെ. ഒരുപാട് പാട്ടുണ്ട്. ഒന്ന് ശ്രീകുട്ടൻ പാടിയിട്ടുണ്ട്, വേണുഗോപാൽ പാടിയിട്ടുണ്ട്, ജയൻചേട്ടൻ പാടിയിട്ടുണ്ട്, കുറേ പേര് പാടിയിട്ടുണ്ട്. നല്ലൊരു കാസറ്റാണ് ഒരുപാട്. പിന്നെ ഇപ്പോഴും ഗാന്ധിഭവനുമായിട്ട് ഒരുപാട് ബന്ധം ഉണ്ടായിരുന്നു മരിക്കുന്നത് വരെയും. അപ്പോൾ രാധാകൃഷ്ണൻ സാറാണ് ചെയർമാൻ. എപ്പോഴും ഞങ്ങൾ ഗവർണറുടെ അടുത്ത് വരെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ മാറി വന്ന ഗവർണറുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുത്തരിക്കണ്ടത്തെ ഗാന്ധി പാർക്കിൽ എല്ലാ ഗാന്ധി ജയന്തി, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ഡേ അവിടെയൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാംസ് ബാനുചേട്ടൻ ഞങ്ങൾ ഒരു 10 മെയിലും 10 ഫീമെയിൽ സിംഗേഴ്സും കാണും. എല്ലാം പ്രഗത്ഭരാണ്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ബാനുചേട്ടൻ ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ ദുബായ്, പിന്നെ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് പ്രോഗ്രാം. അത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് അകത്തുള്ളതെല്ലാം ദേശഭക്തി ഗാനങ്ങൾ. കൽക്കട്ട, ബാംഗ്ലൂർ അവിടെയൊക്കെ ഈ ദേശഭക്തി ഗാനങ്ങൾ ഞങ്ങൾ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റത് ഗാനമേള തന്നെ, ഓൾഡ് ഈസ് ഗോൾഡ് തന്നെയാണ് പിന്നെ ദുബായിലും അബുദാബിയിലും മസ്കറ്റിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രഗത്ഭനായിരുന്നു. പക്ഷേ എന്താ പറയേണ്ടത്, ഒരു വ്യക്തിയെയും അദ്ദേഹം ഹർട്ട് ചെയ്തിട്ടില്ല. അത്ര ഒരു മഹാമനസ്കനായിരുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ ഞാൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ, ആ ഒരു വേഷം, ആ ഒരു ശൈലി, അദ്ദേഹം തലയിൽ അണിഞ്ഞിരുന്ന ആ ഒരു ക്യാപ്പ്, അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിലൊരു പ്രത്യേകത, ആ സ്റ്റൈൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു അവസാന നാളുകളിൽ. അതെ, ഈ ഇതിൻ്റെ വേഷത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ഡിസിപ്ലിൻഡാണ്. കാരണം ഞാൻ അന്ന് റേഡിയോ സ്റ്റേഷനിൽ കാണാൻ ചെല്ലുമ്പോൾ തന്നെയാണ് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരാളിങ്ങനെ നിൽക്കുന്ന ഒരു ഇത് പേടിച്ചാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ. ആ കൈ ഇങ്ങനെ തോളോട് ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ മനസ്സുരുകുന്നത് അവിടെയാണ്. അതൊരു പിന്നെ ചേട്ടൻ എപ്പോഴും വളരെ ഇതാണ് ഈ വേഷവിധാനത്തിലും ഇതിലൊക്കെ എപ്പോഴും ചെറിയ മേക്കപ്പൊക്കെ ചെയ്തതാണ് പോകുന്നതെല്ലാം. വളരെ നല്ല പ്രായം എത്രയായിരുന്നാലും. പിന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റി, അതൊരു വല്ലാത്ത, അതാണ് ഏറ്റവും വലിയ ഇതായിപ്പോയത്. ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഇരുത്തിയതാണ്. അപ്പം ആ ലൈറ്റ്സ് ഓണും ആ ലൈറ്റ്സ് ഓഫും ഉണ്ട്. അപ്പം ബാനുചേട്ടൻ ഇരുന്ന ആ സ്റ്റേജിൻ്റെ അടിഭാഗം താഴ്ചയുള്ളതായിരുന്നു. ബാനുചേട്ടൻ അത്ര അറിഞ്ഞുകൂടാ. എല്ലാ ലൈറ്റ്സും ഓഫാക്കിയപ്പോൾ ബാനുചേട്ടൻ അപ്പുറത്ത് കാലെടുത്ത് വെച്ചു. അങ്ങനെ വീണാണ് ആക്സിഡൻറ്റ് പറ്റി. അതിനുശേഷം വളരെ പിന്നെ ഇത് വെച്ചുകൊണ്ടൊക്കെ പ്രോഗ്രാം ചെയ്യും. പിന്നെ എന്താ പറയേണ്ടത്, ഒരുപാട് ലളിതഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾ പാടാൻ തന്നെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പാടിയ ലളിതഗാനം അദ്ദേഹം കിടന്നുകൊണ്ട് ഇപ്പോഴും റേഡിയോ സ്റ്റേഷനിൽ എപ്പോഴും ഇടുന്നതാണ്. 3 പാട്ട്.
അന്ന് നമ്മൾ ലീലാമ്മയായിരുന്നു പെക്സ്. അപ്പോൾ ആര് പറഞ്ഞ രാധാകൃഷ്ണൻ പാടിയാൽ മതി എന്നുകൊണ്ട് എനിക്ക് പാട്ട് പറഞ്ഞു തന്നു. ഞാൻ അദ്ദേഹം തന്നെ പാടി പാടിയിട്ടുണ്ട്. മറ്റേ പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ വിരിയും യൗവന മലരേ, പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ വിരിയും യൗവന മലരേ, വികാരമാമൻ വീണക്കമ്പിൽ ഒന്നു തൊടട്ടെ ഞാൻ മൃദുവായി, ഒന്നു തൊടട്ടെ ഞാൻ. പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ വിരിയും യൗവന മലരേ. ഇത് ബാലചേട്ടൻ തന്നെ പാടി ട്യൂൺ ചെയ്തതാണ്. അപ്പോൾ ഇപ്രാവശ്യം ബാലചേട്ടൻ കിടക്കെ കിടന്നു പറഞ്ഞ രാഷ്ട്രം ആ പാട്ട് പാടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ റേഡിയോ സ്റ്റേഷൻ പാടുന്നത് ഇപ്പോഴും റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ടത്. ഓക്കെ, ഏതായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒട്ടേറെ ഓർമ്മകൾ, അദ്ദേഹവുമായിട്ടുള്ള ഒട്ടേറെ ഓർമ്മകൾ ഇനിയും ഒരു പക്ഷേ പങ്കുവയ്ക്കാനുണ്ടാവും അങ്ങേക്ക്. അത്രയേറെ ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്, ഗുരു ശിഷ്യ ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് അങ്ങ്. ഏതായാലും ഈ ദിവസം അദ്ദേഹത്തെക്കുറിച്ച്, മലയാളത്തിൻ്റെ ആ പ്രിയ ഗായകനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചതിന്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൊണ്ട് ഈ ന്യൂസ് മോർണിംഗ് അനുഗ്രഹീതമാക്കിയതിന് വളരെയധികം നന്ദി. വളരെയധികം എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം. അതുമാത്രമല്ല ബാനുചേട്ടൻ്റെ ഈ പ്രോഗ്രാമിനെ വിളിച്ചതിന് ഞാൻ ഇപ്പോഴും എന്താ പറയേണ്ടത്, ബാനുചേട്ടൻ ഈ ഭാഗത്ത് എവിടെ ഉണ്ട്, അത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ഒരിക്കൽ കൂടെ പ്രണാമം ബാനുചേട്ടൻ.